ഹായ് ഓൾ, വെൽക്കം ടു മൈ ട്യൂട്ടർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സൈക്കോളജി ആയിരുന്നു. എല്ലാവരും ക്ലാസ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈക്കോളജിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തത് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിരുന്നു. അതുപോലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വരുന്ന സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ സൈക്കോളജിയിൽ നോക്കുന്നത്, നമ്മൾ പറഞ്ഞു സൈക്കോളജിയിൽ മെയിനായിട്ട് നമുക്ക് ധാരാളം സൈക്കോളജിസ്റ്റിന്റെ തിയറീസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സൈക്കോളജി നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. സൈക്കോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ രണ്ട് സൈക്കോളജിസ്റ്റിന്റെ തിയറീസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ജീൻ പിയാഷെ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ, ഒരു സ്വിസ് ബയോളജിസ്റ്റ് ആണ് ജീൻ പിയാഷെ. സ്പെല്ലിങ് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം അങ്ങനെ, ജീൻ പിയാഷെ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ജീൻ പിയാഷെയുടെ ഒരു കോഗ്നിറ്റീവ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരുന്ന രണ്ടാമത്തെ ഒരു സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറഞ്ഞില്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണ് ആര്, ബ്രൂണർ എന്ന് പറയുന്നത്. അപ്പൊ ബ്രൂണറിന്റെ എന്താണ് ബ്രൂണറിന്റെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ രണ്ടാളുകളെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരാളുടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ ആൾ ഡിസ്കസ് ചെയ്യാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതായത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാവും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബോറടിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമുക്ക് രണ്ട് എന്താണ് സയന്റിസ്റ്റുകളുടെ തിയറീസ് പഠിക്കാണ്ട്, അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലുള്ള സ്റ്റേജസും, അതുപോലെ തന്നെ എന്താണ് ബ്രൂണറിന്റെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ, അതായത് സെറ്റ് ഞാൻ 2 വട്ടം എഴുതിയിട്ടുണ്ട്. അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. സോ അതിൽ തന്നെ എനിക്ക്, അതായത് നമ്മൾ എക്സാം എഴുതുന്നതനുസരിച്ച് നമുക്ക് അതിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ നന്നായി നോക്കിപ്പോയാൽ നമുക്ക് എന്താണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. അപ്പോൾ നമ്മൾ ഇതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ എന്ത് പറയുന്നത്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് തിയറിയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജീൻ പിയാഷയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി, അതായത് എന്താണ് ഈ പറഞ്ഞ കോഗ്നിറ്റീവ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വരുന്നത് ജീൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്, ഏത് സൈക്കോളജിസ്റ്റ് ആണ്, ജീൻ പിയാഷെ. എല്ലാവരും നോട്ട് എഴുതുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എക്സാമിന്റെ തലേ ദിവസമാണെങ്കിലും ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ കാര്യങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഇപ്പം ഒരു നോട്ട് വെച്ചിട്ട് പറയുന്ന പോയിന്റ്സ് എന്താണ്, ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോയിന്റ്സ് ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ്, അതായത് ഞാൻ എഴുതുമ്പോൾ ഒപ്പം നിങ്ങൾക്കും എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് സ്ക്രീനിൽ എഴുതി പോകുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. സോ ജീൻ പിയാഷയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിയറിയിൽ വരുന്നത് നമുക്ക് എന്താണ്, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. സോ ഇതിൽ ജീൻ പിയാഷെ ഒരു എന്താണ് സ്വിസ് ബയോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കണം. എന്താണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്.
genetic epistemology. ഈ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എന്താണ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് പിയാഷെ. അപ്പോൾ അങ്ങനെയും ചോദിക്കാം, തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് പിയാഷെ അതെ ജനറ്റിക് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ ജനറ്റിക് എപ്പിസ്റ്റമോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന സൈക്കോളജിസ്റ്റ് ആരാണ് എന്നൊക്കെ എന്താണ് അങ്ങനെയും ചോദിക്കാം. സോ അപ്പോൾ ജീൻ പിയാഷെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന സൈക്കോളജിസ്റ്റ് ആണ് ജീൻ പിയാഷെയുടെ ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ഇവിടെ ഈ എപ്പിസ്റ്റമോളജി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദ സയൻസ് ഓഫ് നോളജ് എന്നൊക്കെ പറയാം. സോ ഈ ഒരു സയന്റിസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലും നോളജ് അക്വയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് എന്താണ് അതായത് ഓരോ ഇൻഡിവിജ്വൽസും എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്, അത് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. സോ ഈ ഒരു തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിസ്റ്റമാറ്റിക് ആൻഡ് കോംപ്രഹെൻസീവ് തിയറി ആണ് ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി ഓഫ് എന്താണ് ജീൻ പിയാഷെ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ജീൻ പിയാഷെയുടെ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ് ഏത് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. സോ ഇതില് നമ്മൾ പറഞ്ഞു സ്റ്റേജസ്, അതായത് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ് എന്ത് പറയുന്നത് അദ്ദേഹം ഈ ഒരു എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലും നോളജ് അക്വയർ ചെയ്യുന്നത് അതിനെ ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റേജസ് നോക്കാം. അതായത് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറിയിൽ പറയുന്ന ഡിഫറെന്റ് സ്റ്റേജസ്. മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ്, മെയിൻ ആയിട്ട് 4 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഒന്നാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ഒന്നാമത്തെ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്. ദെൻ രണ്ടാമത്തെ സ്റ്റേജ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ് തേർഡ് വൺ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതൊക്കെ ബി എഡ് പഠിച്ചവര് അവർക്കൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത് തന്നെ ആയിരിക്കും. പക്ഷെ ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ആ ഒരു ടേംസ് വെച്ചിട്ടാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ സെന്റൻസ് വൈസ് പറഞ്ഞു പോവല്ല ചെയ്യുക. എക്സാമിൽ എങ്ങനെയാണ് നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ട് അത് ഏതൊക്കെ സ്റ്റേജിനെ ഏതൊക്കെ ടേംസ് വെച്ചിട്ട് സൂചിപ്പിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് നെക്സ്റ്റ് വൺ. ഈ ഹാൻഡ് റൈറ്റിംഗ് ഒന്നും വലിയൊരു വൃത്തി ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ സ്ക്രീനിൽ എഴുതുമ്പോൾ അത്ര തന്നെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. പിന്നെ അത്രയും പെർഫെക്ഷൻ ആക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൈം അത്രയും പോകും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് വലിയ കുട്ടികളാണല്ലോ ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മൾ എഴുതി പോകുന്നത് കേട്ടോ. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് എന്താണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. സോ ഇപ്പൊ പിയാഷെയുടെ ജനറ്റിക് എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ നമുക്ക് 2 ആളുകളെ പറ്റിയിട്ട് പഠിക്കാനുള്ളത് പറഞ്ഞു. ജീൻ പിയാഷെ പിന്നെ ഒന്ന് ബ്രൂണർ ആണ്. സോ ജീൻ പിയാഷെയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തരുന്ന ഒരു തിയറി അതാണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്ന് പറയാം. ആ ഒരു ടേമും നിങ്ങൾക്ക് ഓർത്തു വെക്കാം. തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് ജീൻ പിയാഷെ ആണ് ഏത് ഈ പറഞ്ഞ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്താണ് ഈ ഒരു സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 സ്റ്റേജസ് ആണ് വരുന്നത്. അതിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, അതുപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഉണ്ട്. ഇനി സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഏജും കൂടെ നമ്മൾ പഠിക്കണം. അതായത് അപ്രോക്സിമേറ്റ് ഏജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണെങ്കിൽ ഫസ്റ്റ് 2 ഇയേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് 2 ഇയേഴ്സ് ആണ് ഏതിൽ വരുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിൽ വരുന്നത്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണെങ്കിൽ ടോട്ടൽ എത്ര വരുന്ന അതായത് 2 to 7 ഇയേഴ്സ് ആണ് ഏതിൽ വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. കോൺക്രീറ്റ് ഇത് ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്.
ജീൻ പിയാഷെയുടെ ഒരു തിയറി, ഈ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഏജ് ഓർത്ത് വെക്കണം. സെൻസറി മോട്ടോർ സ്റ്റേജ് ആണെങ്കിൽ 2 years, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണെങ്കിൽ 2 to 7 years, ദെൻ കോൺക്രീറ്റ് ഓപ്പറേഷൻ, മൂന്നാമത്തെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആണെങ്കിൽ എന്താണ് അത് 7 to, പിന്നെ വരുന്നത് 7 to 12 years ആണ് വരിക, 7 to 12 years. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ ആണെങ്കിൽ 12 years മുതൽ ഏത് വരെയാണ് അഡൾട്ട്ഹുഡ് വരെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് അഡൾട്ട്ഹുഡ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി നമുക്ക് ഓരോ സ്റ്റേജസും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, അത്ര തന്നെ ഡീറ്റെയിൽ ആയിട്ട് മീൻസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അപ്പൊ ഫസ്റ്റ് ഇതില് നമ്മൾ നോക്കുന്നത് ഏതാണ്? സെൻസറി. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നോക്കാം, സെൻസറി മോട്ടോർ സ്റ്റേജ്. അല്ലെ, സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. അത് എത്ര ഇയർ ആണെന്ന് പറഞ്ഞു? ഫസ്റ്റ് 2 years. ഫസ്റ്റ് 2 years ആണ്. ഫസ്റ്റ് 2 years. ഫസ്റ്റ് 2 years ആണ് ഏതെന്ന് പറയുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജ് പറയുന്നത് ഫസ്റ്റ് 2 years. ഇനി ഈ ഏജിന്റെ പ്രത്യേകതകളാണ് ഇനി പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു ഏജിന്റെ പ്രത്യേകതകൾ നോക്കാം. എന്താണ്? ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് എന്ത് വരുന്നത്? അതായത് ഫോർമേഷൻ ഓഫ് ദ സെൻസ്, അതായത് ഏതൊരു ഇൻഡിവിജ്വലിന്റെയും സെൻസ് ഓർഗൻസ് ഫോം ചെയ്യുന്നത്, സെൻസേഷൻ ഫോം ചെയ്യുന്നത്, ഫോർമേഷൻ ഓഫ് ദ എന്താണ്? സെൻസ്, ഫോർമേഷൻ ഓഫ് ദ സെൻസ് എന്ന് പറയാം. അതായത് എന്ത് പറയാം? ഇമ്പോർട്ടന്റ് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുന്നത്, ഒരു ഇൻഡിവിജ്വലിന് ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുന്നത് ഈ ഒരു എന്താണ് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഗ്രാജുവൽ പ്രോഗ്രഷൻ ഫ്രം എന്താണ് റിഫ്ലക്സ് ബിഹേവിയർ ടു ഗോൾ ഡിറക്റ്റഡ് ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വലിന് എന്ത് വരികയാണ്? റിഫ്ലക്സീവ് ബിഹേവിയറിൽ നിന്നും, റിഫ്ലക്സീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ നിന്നും ഏത് ബിഹേവിയർ ആയിട്ട് മാറാണ്? ഒരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള എന്താണ് ബിഹേവിയറിലേക്ക് മാറും. റിഫ്ലക്സീവ് ടു ഗോൾ ഡിറക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് മാറുന്നത് എവിടെയാണ്? ഈ ഒരു ഫസ്റ്റ് 2 years പറയുന്ന സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ എന്താണ്? ഇതെന്ന് പറയുമ്പോൾ സെൻസസ് ആർ ഡെവലപ്ഡ്, അല്ലെ? അതായത് എന്താണ്? സെൻസസ് ഡെവലപ്പ് ചെയ്യുന്നത്, സെൻസസ് ആർ എന്താണ്? ഡെവലപ്ഡ്. അപ്പൊ ഈ ഒരു 4 points ആണ് നിങ്ങൾ എക്സാമിന് എന്താണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സെൻസറി മോട്ടോർ സ്റ്റേജിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ ഒരു 4 കാര്യങ്ങളാണ്. അതായത് ഏജ് ഓർക്കുക, എന്താണ്? ഫസ്റ്റ് 2 years ആണ് ഏജ് എന്ന് പറയുന്നത്, ഫസ്റ്റ് 2 years ആണ്. പിന്നെ വരുന്നത് എന്താണ്? ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, അതായത് ഫോർമേഷൻ ഓഫ് എന്താണ് സെൻസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്നാണ് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എന്താണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഏതെന്ന് പറയുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ് പറയുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഒന്നാണ്. ഒരു വട്ടം പോലെ ഞാൻ സെക്ടർ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അത് ഏത് സ്റ്റേജുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്? അതായത് ഒബ്ജക്റ്റ് പെർമനൻസ്, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിൽ ഒരു ഇൻഡിവിജ്വലിന് ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുന്നത് ഏത് സ്റ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് ഈ 4 സ്റ്റേജസും കൊടുക്കും. അപ്പൊ ഏത് സ്റ്റേജിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് ഉണ്ടാവുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ്. അതുപോലെ തന്നെ റിഫ്ലക്സീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ നിന്നും ഗോൾ ഡിറക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ അത് ഉണ്ടാവുന്നതും ഈ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ നമ്മളുടെ സെൻസസ് ഡെവലപ്പ് ചെയ്യുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. അപ്പൊ ഇതാണ് ഏതെന്ന് പറയുന്നത്? സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്.
ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് സെക്കൻഡ് സ്റ്റേജ്. ഈ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഏതാണ്? 2 to 7 years ആണ് വരുന്നത്. 2 to 7 years. 2 to 7 years ആണ് ടോട്ടൽ വരുന്നത്. ഇതിൽ തന്നെ രണ്ട് സ്റ്റേജസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് സ്റ്റേജസ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് ആണ്. എന്താണ്? പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്. ആ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 4 years. 2 to 4 years ആണ് പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻട്യൂറ്റീവ് സ്റ്റേജ് ആണ്. അതായത് 4 to 7 years. അപ്പോൾ ഈ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? പ്രീ കൺസെപ്ച്വൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത അതായത് ഡെവലപ്മെന്റ് ഓഫ് ദ എന്താണ് എബിലിറ്റി ടു യൂസ് സിമ്പിൾസ് ആണ് ടു റെപ്രസെന്റ് ഒബ്ജക്ട്സ് ഇൻ ദ എൻവയോൺമെന്റ്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഒരു ഇൻഡിവിജ്വലിന് എന്ത് ഡെവലപ്മെന്റ് വരുന്നത്? എബിലിറ്റി ടു യൂസ് സിമ്പിൾസ്. അതായത് സിമ്പിൾസ് യൂസ് ചെയ്യാൻ. എന്തിനാണ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്? ടു റെപ്രസെന്റ് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്, പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? സെക്കൻഡ് സ്റ്റേജ് ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ്. ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ്. ഈ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? ഈ സ്റ്റേജിന്റെ പ്രത്യേകത ഇത് 4 to 7 ഇയേഴ്സ് ആണ് കേട്ടോ. 4 to 7 ഇയേഴ്സ്. ഇതെന്താണ്? യൂസ് ഓഫ് എന്താണ്? കോൺസെപ്റ്റ്സ് ഫോംഡ് ഫ്രം പാസ്റ്റ്. അതായത് പാസ്റ്റിൽ ഫോം ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ ആൻഡ് പ്രസന്റ് എക്സ്പീരിയൻസ് ടു ഫോം എന്താണ്? സിമ്പിൾ റിലേഷൻഷിപ്പ്. അവിടെ റിലേഷൻഷിപ്പുകൾ ഫോം ചെയ്യും. ഫോർമേഷൻ ഓഫ് റിലേഷൻഷിപ്പ്. അതായത് പാസ്റ്റിലുള്ളതും പ്രസന്റിലുള്ള എക്സ്പീരിയൻസുകൾ യൂസ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനുള്ള ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to 7 ഇയേഴ്സ് ആണ്. രണ്ട് സ്റ്റേജസ് ആയിട്ട് പറയുന്നുണ്ട്. പ്രീ കോൺസെപ്ച്വൽ സ്റ്റേജ് 2 to 4 ഇയേഴ്സും. അതിൽ സിമ്പിൾസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ. ദെൻ ഇൻറ്റ്യൂറ്റീവ് സ്റ്റേജ് അതെന്ന് പറയുമ്പോൾ 4 to 7 ഇയേഴ്സ് ആണ്. അതെന്താണ്? ഫോർമേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൽ തന്നെ എന്താണ് വേറെ കാര്യങ്ങൾ, അതായത് ഈ ഒരു സ്റ്റേജുമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഏത്? അതായത് 2 to 7 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു പീരീഡിലാണ് ഈഗോസെൻട്രിക്. എന്താണ്? ഈഗോസെൻട്രിക്. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഈഗോസെൻട്രിക് എന്ന് പറയുന്ന ടേം ഇതുമായിട്ട് റിലേറ്റഡ്. അതായത് ഇൻഡിവിജ്വൽ ഈഗോസെൻട്രിക് ആവുന്നത് ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ആനിമിസം എന്ന് പറയുന്ന ടേം ഓർത്തു വെക്കുക. ഇതും എന്താണ്? ഈ ഒരു സ്റ്റേജുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ തിങ്കിങ് ഈസ് എന്താണ്? യൂണി ഡിറക്ഷൻ. ഇവിടെ ഒരു ഇൻഡിവിജ്വലിന്റെ തിങ്കിങ് എപ്പോഴും എന്തായിരിക്കും? ഒരു ഡിറക്ഷനിലായിരിക്കും. അതായത് ഇപ്പൊ നമ്മളുടെ ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് രണ്ട് ഡയറക്ഷനിൽ ചിന്തിക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മളുടെ സ്ഥാനത്ത് നിന്നും വേറൊരു ഇൻഡിവിജ്വലിന്റെ സ്ഥാനത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലെ? അങ്ങനെയുള്ള കുറച്ചും കൂടെ ഒരു ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ തോട്ട് പ്രോസസ് കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുണ്ട് അല്ലെ ഇപ്പൊ നമ്മളുടെ ഏജ് അനുസരിച്ചിട്ട്. പക്ഷെ ഈ ഒരു പീരീഡില് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ തിങ്കിങ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു ഒറ്റ ഡയറക്ഷനിൽ മാത്രമായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ സെൻട്രേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഒന്നിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുക. അതൊക്കെ എന്താണ്? അതായത് കൂടുതൽ വൈഡ് ആയിട്ടൊന്നും
തിങ്ക് ചെയ്യുന്നില്ല ഈ ഒരു സ്റ്റേജിൽ. അപ്പൊ ഇത്രയും ടേംസ് നമ്മൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഈഗോസെൻട്രിക്, അനിമിസം, തിങ്കിങ്, അതുപോലെ തന്നെ എന്താണ് തിങ്കിങ് യൂണി ഡയറക്ഷൻ ആണ്, പിന്നെ അനിമിസം, അതുപോലെ സെൻട്രേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നതാണ് എന്ത്? ഓക്കെ, തേർഡ് സ്റ്റേജ് ഏതായിരുന്നു? തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ കോൺക്രീറ്റ് ഓപ്പറേഷൻ. കോൺക്രീറ്റ് ഓപ്പറേഷനിലാണ്. അത് ഏതാണ്? എത്ര ഏജ് ആണ്? 7 to 12 ഇയേഴ്സ് ആണ്. ഈ ഒരു ഏജിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇവിടെ ഇൻഡിവിജ്വലിന് എന്തിനുള്ള എബിലിറ്റി കിട്ടുകയാണ് ചെയ്യുന്നത്? എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. അവര് ലോജിക്കലായിട്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? തിങ്ക് ചെയ്യാനായിട്ട് തുടങ്ങും. എബിലിറ്റി ടു എന്താണ്? എബിലിറ്റി ടു തിങ്ക് എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി. അതുപോലെ തന്നെ പിന്നെന്താണ്? അവർക്ക് റിവേഴ്സിബിൾ തിങ്കിങ്, റിവേഴ്സിബിലിറ്റി വരികയാണ്. റിവേഴ്സിബിലിറ്റി. അതായത് നമ്മൾ കഴിഞ്ഞ സ്റ്റേജിൽ പറഞ്ഞു യൂണി ഡയറക്ഷണൽ തിങ്കിങ് ആണെങ്കിൽ ഇവിടെ തിങ്കിങ് എന്തായിരിക്കും? അതായത് ലോജിക്കലി തിങ്ക് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും, റിവേഴ്സിബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത ആണ് എന്ത്? അണ്ടർസ്റ്റാൻഡ് ലോസ് ഓഫ് കൺസർവേഷൻ. ലോസ് ഓഫ് കൺസർവേഷൻ. ദെൻ അപ്പോൾ ലോജിക്കൽ തിങ്കിങ്, റിവേഴ്സിബിലിറ്റി. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഗ്രൂപ്പിംഗ് ഈ ഒരു സ്റ്റേജുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ ഇതൊക്കെയാണ് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി, അതുപോലെ റിവേഴ്സിബിലിറ്റി ആയിരിക്കും തിങ്കിങ്, പിന്നെ എന്താണ്? അണ്ടർസ്റ്റാൻഡ് ലോസ് ഓഫ് കൺസർവേഷൻ, പിന്നെ എന്താണ്? ഗ്രൂപ്പിംഗ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ്? നെക്സ്റ്റ് സ്റ്റേജ് ഫോർമൽ. അതായത് ഫോർത്ത് സ്റ്റേജ്, അത് ഓർത്ത് വെച്ചാൽ മതി, F അല്ലെ? ഫോർത്ത് സ്റ്റേജ് അപ്പോൾ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഏതാണ്? എത്ര ഇയേഴ്സ് ആണ്? 12 മുതൽ അഡൾട്ട്ഹുഡ് അല്ലെ? അഡൾട്ട്ഹുഡ് എന്ന് പറയാം. അല്ലെങ്കിൽ 18. അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ എത്ര ഇയേഴ്സ് ആണ്? 18 അല്ലേ? അതാണ് ഏതെന്ന് പറയുന്നത്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? അബ്സ്ട്രാക്ട് തിങ്കിങ്. വളരെ അബ്സ്ട്രാക്ട് തിങ്കിങ് വരിക. അബ്സ്ട്രാക്ട് തിങ്കിങ്. അതുപോലെ തന്നെ എന്താണ്? സിംബോളിക് ആയിട്ട്, പ്യുവർലി സിംബോളിക്, അബ്സ്ട്രാക്ട് ആൻഡ് പ്യുവർലി സിംബോളിക് ആയിട്ട് വരുന്ന തിങ്കിങ്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് അല്ലെ? പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുക. പ്രോബ്ലം സോൾവിങ്. പിന്നെന്താണ്? എക്സ്പെരിമെന്റേഷൻ എന്ന് പറയാം. എക്സ്പെരിമെന്റേഷൻ അതായത് സിസ്റ്റമാറ്റിക് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയാം. അതുപോലെ ഹൈപ്പോത്തിസിസ് ഫോർമേഷനും പറയാം. ഹൈപ്പോത്തിസിസ് ഫോർമേഷൻ. അപ്പൊ ഇത്രയാണ് ഫോമർ ഓപ്പറേഷണൽ സ്റ്റേജുമായിട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ട കുറച്ച് ടേംസുകൾ. അബ്സ്ട്രാക്ട് തിങ്കിങ് ആണ്, പ്യുവർലി എന്താണ്? സിംബോളിക് ആയിട്ടുള്ള തിങ്കിങ് ആണ്, പ്രോബ്ലം സോൾവിങ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷൻ
സിസ്റ്റമാറ്റിക് എക്സ്പെരിമെന്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ഫോർമേഷൻ ഒക്കെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയാണ് 4 സ്റ്റേജസും അതിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ജീൻ പിയാഷയുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ജീൻ പിയാഷെ മെയിൻ ആയിട്ട് ആ ഒരു എന്താണ് തിയറി ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജിയിൽ പറയുന്നത് എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വലും നോളജ് അക്യൂർ ചെയ്യുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ എന്താണ് വേറെ കുറച്ച് സ്റ്റേജസ്, അതായത് എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വല് ഡിഫറെന്റ് സ്റ്റേജസിൽ എങ്ങനെയാണ് നോളജുകൾ റിസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിലെന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസുകൾ ഉണ്ട്. അതാണ് ഇനി പറയുന്നത്. ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് അതിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു പിയാഷെ നമ്മളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഇന്റലക്ച്വൽ ഗ്രോത്തിൽ കുറച്ച് ഫണ്ടമെന്റൽ പ്രോസസ്സുകൾ അല്ലെ, അതായത് കുറച്ച് എന്ത് നടക്കുന്നുണ്ട്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ ഇൻഡിവിജ്വലിലും ഇൻഫോർമേഷൻസുകൾ ഈ നോളജ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ റിസീവ് ചെയ്തിട്ടുള്ള നോളജ് തന്നെ ഡിഫറെന്റ് സ്റ്റേജസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ഏതൊക്കെയാണ്, അതില് നമുക്ക് നോക്കാനുള്ളതാണ് ഏതെന്ന് പറയുന്നത്. ഒന്നാമത്തെ അസിമിലേഷൻ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അസിമിലേഷൻ അതുപോലെ എന്താണ് അക്വമഡേഷൻ, ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയേഷൻ എന്ന് പറയാം. Then disequilibration, then adaptation, then reversibility. ഇത്രയാണ് ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു 6 പ്രോസസ് അല്ലെങ്കിൽ 6 സ്റ്റേജ് എന്ന് പറയുന്നത്. അസിമിലേഷൻ, അക്വമഡേഷൻ, ഇക്വിലിബ്രേഷൻ, ഡിസിക്വിലിബ്രേഷൻ, അതുപോലെ തന്നെ അഡാപ്റ്റേഷൻ, റിവേഴ്സിബിലിറ്റി. സോ ഇതൊക്കെ പറയുന്നതിന് മുമ്പേ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു ടേം ഉണ്ട്, സ്കീമ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. എന്താണ് സ്കീമ എന്ന് പറഞ്ഞാല്? സ്കീമ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, സ്കീമാറ്റ എന്നും പറയാം. അല്ലെങ്കിൽ സ്കീമാറ്റ എന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് പിയാഷെ. അതായത് പിയാഷയുടെ ഈ ഒരു ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ആ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ആ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ ബേസിക് കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് ദ എന്താണ് ബേസിക് കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, സ്കീമ എന്ന് പറയുന്നത്. അതായത് എന്താണ്, ഇറ്റ് ഈസ് ദ ഏതൊരു ഇൻഡിവിജ്വലിന്റെയും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ പിയാഷ് പറയുന്നത് ഒരു നമ്പർ ഓഫ് കോൺസെപ്റ്റുകൾ പിയാഷെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻ ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോസസ് പിയാഷെ യൂസസ് എ നമ്പർ ഓഫ് കോൺസെപ്റ്റ്, കുറച്ച് കോൺസെപ്റ്റുകൾ യൂസ് ചെയ്തു. അതിൽ തന്നെ മോസ്റ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്കീമ എന്ന് പറയുന്നതാണ്. അതായത് സ്കീമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയാം. ഇറ്റ് ഇസ് ദ ബേസിക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് പിയാഷെ എന്നൊക്കെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്കീമിനെ പറ്റി പറയാം. അപ്പൊ അത് ഓർത്ത് വെക്കാം, ആ ഒരു ടേം ഓർത്ത് വെക്കാം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിലും എന്തുണ്ടായിരിക്കും, അതായത് നമ്മൾ പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലിലും ഒരു ലേണിംഗ് പ്രോസസ്സ് നടക്കുക, അല്ലെങ്കിൽ ഒരു നോളജ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് ആദ്യം അത് സ്റ്റോർ ചെയ്ത് വെക്കുക ആസ് എ
ബേസിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് സ്കീമയാണ്. ആ സ്കീം അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ എന്താണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ, നമ്മളിപ്പോൾ ബ്രെയിൻ എന്ന് പറയുന്നതിന് പകരം കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ടേം ആയിട്ട് നമുക്ക് കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയാം. അപ്പൊ അതിൽ ആ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എന്തുണ്ടായിരിക്കും, കുറേ ഇൻഫർമേഷൻസ് ഉണ്ടാവും. ആ ഇൻഫർമേഷൻസിന് നമുക്ക് എന്ത് പറയാം, സ്കീമ എന്ന് പറയാം. ആ സ്കീമയിലേക്ക് നമ്മൾ എന്താണ് ഫസ്റ്റ് നോളജ്, ഇപ്പോൾ അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിൽ ധാരാളം നോളജുകൾ ഉണ്ടായിരിക്കും. ആ നോളജിലേക്ക് എന്താണ് അസിമിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഇൻഫർമേഷൻ ഈസ് ആഡഡ് ടു ദ ആൻഡ് ഇന്റർപ്രറ്റ് എന്താണ് ബൈ യൂസിങ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ. അതായത് ഒരു ഇൻഫോർമേഷനെ നമ്മൾ ഓൾറെഡി ഉള്ള, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മളൊരു ന്യൂ ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യാണ്. റിസീവിങ് എന്താണ്, ന്യൂ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസീവിങ് ന്യൂ ഇൻഫർമേഷൻ. റിസീവിങ് ന്യൂ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ന്യൂ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറയാം, അതർ ടേമായിട്ട് നമുക്ക് ആഡ് എന്ന് പറയാം. ആഡ് എന്താണ്, ന്യൂ ഇൻഫർമേഷൻ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുക എന്തിലേക്ക്, ഇൻ ടു ദ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു കോഗ്നിറ്റീവ് എന്താണ് സ്ട്രക്ചറിലേക്ക്. അതിനെയാണ്, അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റിംഗ് ദ എന്താണ് കോർപ്പറേറ്റിംഗ് ദ ന്യൂ ഇവന്റ്സ് ഇൻ ടു ദ പ്രീ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മൾ പുതിയൊരു നോളജിനെ ആഡ് ചെയ്യുക, കോർപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിസീവ് ചെയ്യുക, അങ്ങനെയുള്ള ടേംസുകളൊക്കെ യൂസ് ചെയ്യും. അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്, അക്യുമഡേഷൻ. അക്യുമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യുമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫൈ എന്താണ്, അതായത് ഒരു നോളജിനെ നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് എന്ത് നടക്കും, മോഡിഫിക്കേഷൻ നടക്കും. ആ ഒരു മോഡിഫിക്കേഷൻ എന്താണ് എക്സിസ്റ്റിംഗ് ഇൻഫർമേഷൻ, അവിടെ ഓൾറെഡി ഉള്ള ഇൻഫർമേഷനിൽ എന്ത് വരികയാണ്, മോഡിഫിക്കേഷൻ വരികയാണ്. ആ മോഡിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്യുമഡേഷൻ പറയാം. അതായത് റീഓർഗനൈസ് ചെയ്യാന്ന് പറയാം, മോഡിഫിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റീഓർഗനൈസ് എന്ന് പറയാം, റീമോഡിഫൈ, റീഓർഗനൈസ് എന്നൊക്കെ പറയാം. അതായത് ഓൾറെഡി അവിടെ ഉള്ള എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിലേക്ക് പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക, അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസിമിലേഷൻ പറയുന്നത്. അങ്ങനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും, കുറച്ച് മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ നടക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിസ്റ്റിംഗ് ഇൻഫർമേഷനിൽ കുറച്ച് ആ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ കുറച്ച് മോഡിഫിക്കേഷൻ നടക്കും. അതിനെയാണ് നമ്മൾ അക്യുമഡേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അക്യുമഡേഷൻ കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് എന്ത്, എക്വിലിബ്രേഷൻ. എക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ എക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റേജ് ഓഫ് പീസ് ആൻഡ് ഹാപ്പി. നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു സ്റ്റേജ് ആണ് അല്ലെ. അവിടെ എല്ലാ കാര്യങ്ങളും ഒരു ഒപ്റ്റിമം ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു നോർമൽ ഇതിൽ നടന്നു പോവാണെങ്കിൽ അതൊരു ഇക്വിലിബ്രിയം സ്റ്റേജ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താണ് സ്റ്റേജ് ഓഫ് പീസ് ആൻഡ് ഹാപ്പി എന്ന് പറയാം. സ്റ്റേജ് ഓഫ് എന്താണ് പീസ് ആൻഡ് ഹാപ്പി എന്ന് പറയാം ഏതിനെ, ഇക്വിലിബ്രിയേഷന്. എന്നാൽ ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് വരിക. അപ്പോൾ എന്തായി, അതായത് നമ്മളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഈ നോളജ് സീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് അല്ലെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആയി. അതായത് സ്റ്റേറ്റ് ഓഫ് പീസ് ആൻഡ് ഹാപ്പി മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു അവിടെ നോട്ട് സാറ്റിസ്ഫൈഡ്, ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും അവിടെ. ആ ഒരു സ്റ്റേജാണ് ഡിസ്ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദെൻ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇക്വിലിബ്രിയേഷൻ നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് അഡാപ്റ്റേഷൻ നടക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് പോയാൽ അവിടെ നമ്മൾ എന്താണ്, നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. അതായത് പ്രോപ്പറായിട്ട് നമുക്ക് അവിടെ ജീവിച്ചു പോകണമെങ്കിൽ നമ്മൾ അവിടെ അഡാപ്റ്റ് ചെയ്യണം അല്ലെ. അതായത് അവിടെ ഒരു ഹാർമണി ക്രിയേറ്റ് ചെയ്യണം, ഹാർമണി ബിറ്റ്വീൻ ദ സെൽഫ് ആൻഡ് എന്താണ് എൻവയോൺമെന്റ് എന്ന് പറയാം. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. അങ്ങനെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ അഡാപ്റ്റേഷൻ നടക്കും. പക്ഷെ പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ അവിടെ ഡിസ്ഇക്വിലിബ്രിയേഷൻ ആവും ഉണ്ടാവുക. ദെൻ റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതായത് മേക്ക് യൂസ് ഓഫ് നോളജ് വെൻ ഇറ്റ് ഈസ് എന്താണ് ആക്യുറേറ്റ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ നമ്മുടെ നോളജിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക.
അതിനെയാണ് നമ്മൾ റിവേഴ്സിബിലിറ്റി പറയുന്നത്. ഈ ടേംസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന രണ്ട് ടേംസ് എന്ന് പറയുന്നത് ഏതാണ്? രണ്ട് ടേംസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ അസിമിലേഷൻ എന്ന് പറയുന്ന ടേമും അക്യുമഡേഷൻ എന്ന് പറയുന്ന ടേമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിലും ഒരു ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു പാസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഫണ്ടമെന്റൽ പ്രോസസ്സിലൂടെയാണ് പാസ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഏതൊരു ഇൻഡിവിജ്വലിലും ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു ജനറൽ എക്സൈറ്റ്മെന്റ് ആണ് ആദ്യം വരുന്ന സ്റ്റേജ്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ജനറൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായി. അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന റിഫ്ലക്സുകൾ എന്തായിട്ട് മാറാം? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് ജനറൽ എക്സൈറ്റ്മെന്റ്, അത് പിന്നെ എന്തായിട്ട് മാറുകയാണ്? റിഫ്ലക്സ്. പിന്നെ എന്താണ്? സ്കീമൊക്കെ എന്താന്ന് നമ്മൾ പറഞ്ഞു. ആ സ്കീമുകൾ എന്ത് ചെയ്യാണ്? കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് പുതിയ ഇൻഫർമേഷൻ ആഡ് ചെയ്യാണ്. അസിമിലേഷൻ പിന്നെ എന്തായി മാറാണ്? അക്കോമഡേഷൻ എന്തിലെത്തും? ഇക്വിലിബ്രിയത്തില് നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ അവിടെ എന്തായി മാറും? ഇവിടെ ഇക്വിലിബ്രിയം ആകാം, അല്ലെങ്കിൽ എന്താവാം? ഡിസ് ഇക്വിലിബ്രിയം ആകാം. ഓക്കെ, അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡിസ്ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ. ഇനി ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്താവും? അഡാപ്റ്റേഷൻ നടക്കും. അപ്പോൾ എന്തുണ്ടാവും? റിവേഴ്സിബിലിറ്റി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. സോ അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ നമുക്ക് രണ്ട് സയന്റിസ്റ്റുകളുടെ തിയറീസ് ആണ് പഠിക്കാനുള്ളത്. ജീൻ പിയാഷെ അതുപോലെ തന്നെ ബ്രൂണർ. അതിൽ ജീൻ പിയാഷെയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? ജനറ്റിക് എപ്പിസ്റ്റമോളജി. അത് അദ്ദേഹത്തിന്റെ എന്താണ്? തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് ജീൻ പിയാഷെ എന്ന് പറയുന്നത് ജനറ്റിക് എപ്പിസ്റ്റമോളജി. അദ്ദേഹം എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇൻഡിവിജ്വലിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അതിൽ ഏതൊക്കെയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, അതുപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, പിന്നെന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ ഫോർത്ത് വൺ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി ഇതിൽ തന്നെ ഓരോ സ്റ്റേജസും അതിൽ ഫസ്റ്റ് വൺ ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സ്റ്റാർട്ട് ഫ്രം 2 years. അതായത് ഫസ്റ്റ് 2 years ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഒബ്ജക്റ്റ് പെർമനൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടേം റിലേറ്റഡ് ആയിട്ട്, അതായത് സെൻസറി മോട്ടോർ സ്റ്റേജുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേമാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. പിന്നെ ഫോർമേഷൻ ഓഫ് എന്താണ്? അതായത് സെൻസസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ എന്താണ്? റിഫ്ലക്സീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിൽ നിന്നും ഗോൾ ഡയറക്റ്റഡ് ബിഹേവിയർ ആയിട്ട് മാറുന്നതും സെൻസറി മോട്ടോർ സ്റ്റേജ്. ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 2 to 7 years. അത് തന്നെ രണ്ട് സ്റ്റേജ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാം. പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ്, അതായത് 2 to 4 years, പിന്നെ ഇൻഡിറ്റ്യൂവ് സ്റ്റേജ് 4 to 7 years. അതിൽ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് ആണെങ്കിൽ അവിടെ സിംബൽസുകളാണ് യൂസ് ചെയ്യുക. ഒബ്ജക്റ്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ സിംബൽസ് യൂസ് ചെയ്യും. ഇൻഡിറ്റ്യൂവ് സ്റ്റേജ് ആണെങ്കിൽ അവിടെ അതായത് റിലേഷൻഷിപ്പ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ആ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യുക. പാസ്റ്റ് ആൻഡ് പ്രസന്റ് എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാം. പിന്നെ ഈ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസുകളാണ് ഈഗോസെൻട്രിക്, അതുപോലെ അനിമിസ്. ഇമ്പോർട്ടന്റ് ആണ് അനിമിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിഡയറക്ഷണൽ തിങ്കിങ് ആയിരിക്കും. പിന്നെ സെൻട്രേഷൻ. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് 7 to 12 years. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ലോജിക്കൽ തിങ്കിങ്ങിന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. അതുപോലെ റിവേഴ്സിബിലിറ്റി തിങ്കിങ്. കഴിഞ്ഞ സ്റ്റേജിൽ എന്താണ്? യൂണിഡയറക്ഷണൽ ആണെങ്കിൽ ഇവിടെ റിവേഴ്സിബിലിറ്റി ആണ്. അതായത് ബോത്ത് ഡിറക്ഷനിലേക്ക് തിങ്ക് ചെയ്യാനും പറ്റും. ഒപ്പം തന്നെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും മുന്നേ അറിയാവുന്ന എന്തെങ്കിലും ആണെങ്കിൽ അത് റിവേഴ്സിബിൾ ആയിട്ട് അവർക്ക് അത് തിരിച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, റിവേഴ്സിബിലിറ്റി. അതുപോലെ തന്നെ ലോസ് ഓഫ് കൺസർവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ലോസ് ഓഫ് കൺസർവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രൂപ്പിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ദെൻ ലാസ്റ്റ് വൺ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് 12 മുതൽ 18 years, അതായത് അഡൽട്ട്ഹുഡ് വരെ. അതിൽ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്. അതുപോലെ തന്നെ സിംബോളിക് ആയിട്ടുള്ളതും അബ്സ്ട്രാക്ട് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കും. പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് വരും, അതായത് കുറച്ചും കൂടി ഡെവലപ്പ് ആയി. അപ്പോൾ പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ എക്സ്പെരിമെന്റേഷൻ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സ്പെരിമെന്റേഷൻ, ഹൈപ്പോത്തിസിസ് ഫോർമേഷൻ ഒക്കെ വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഈ ഒരു 4 സ്റ്റേജും അതും ഓരോ സ്റ്റേജും റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ടേംസുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ അനിമിസം ഏത് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ലോസ് ഓഫ് കൺസർവേഷൻ ഏതിലാണ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ് ഏതിലാണ്, അങ്ങനെയുള്ളതൊക്കെ നോർത്ത് വെക്കുക. പിന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, അതായത് ജീൻ പിയാഷയുടെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് നോളജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് എന്ന് പറയുന്ന എന്താണ് സ്കീമ അല്ലെങ്കിൽ സ്കീമാറ്റ എന്ന് പറയാം, അതെന്താണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ നോളജ് അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നോളജ് പാസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഡിഫറെന്റ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അതിൽ വരുന്നതാണ് അസിമിലേഷൻ, അക്കമഡേഷൻ, അതുപോലെ തന്നെ എക്ലിബ്രേഷൻ, ഒന്നെങ്കിൽ ഇക്ലിബ്രേഷൻ അല്ലെങ്കിൽ ഡിസിക്ലിബ്രേഷൻ. ദെൻ എക്ലിബ്രേഷൻ ആകുമ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അഡാപ്റ്റേഷൻ അതുപോലെ റിവേഴ്സിബിലിറ്റി. ദെൻ അതിൽ അസിമിലേഷൻ അക്യുമുലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. അസിമിലേഷൻ പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മളുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിലുള്ള ഇൻഫർമേഷൻ സ്കീമ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ പുതിയ, അതായത് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മൾ പുതിയ നോളജുകൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക, അതിനൊക്കെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുക. അങ്ങനെ റിസീവ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എന്താണ് ഓൾറെഡി ഉള്ള ആ ഒരു സ്ട്രക്ചറിൽ ഒരു റീമോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീ ഓർഗനൈസേഷൻ നടക്കും. അതിനെയാണ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ദെൻ പിന്നെ ഈ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതായത് ഏതൊരു ഇൻഡിവിജ്വലിന്റെയും ഇമോഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ജനറൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും, അതിൽ നിന്നും ഒരു റിഫ്ലക്സ് ഫോം ചെയ്യുന്നു, ആ റിഫ്ലക്സ് സ്കീമയായി സ്റ്റോർ ചെയ്യുന്നു, അതിലേക്ക് പുതിയത് ആഡ് ചെയ്യുമ്പോൾ അസിമുലേഷൻ, അപ്പോൾ അവിടെ ഒരു മോഡിഫിക്കേഷൻ നടക്കുന്നതാണ് അക്യുമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണെങ്കിൽ അതിനുശേഷം ഒരു അഡാപ്റ്റേഷൻ നടക്കും. ദെൻ റിവേഴ്സിബിലിറ്റി പറഞ്ഞാൽ നോളജ് ആവശ്യമുള്ള സമയത്ത് നമുക്കത് അക്യൂർ ചെയ്യാനായിട്ട് തിരിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ആ ഒരു സ്റ്റേജ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ജീൻ പിയാഷയുടെ തിയറിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എക്സാമിന് പലപ്പോഴും ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അസിമുലേഷൻ, അക്യുമുലേഷൻ, അതുപോലെ തന്നെ നമ്മളുടെ ഒബ്ജക്റ്റ് പെർമനൻസ്, ആനിമിസം, അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ, അതൊക്കെ എവിടെയാണ് കാണാം, എക്സ്പെരിമെന്റേഷൻ, ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, അതൊക്കെ ഏത് സ്റ്റേജ് ആണുള്ളത്. അപ്പോൾ ആ 4 സ്റ്റേജും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇനി ബ്രൂണറിന്റെ എന്താണ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും നോട്ട് എഴുതുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെറുതായിട്ടുള്ള രീതിയിൽ, ഇപ്പൊ ഞാനിപ്പോൾ സ്ലൈഡിൽ എഴുതുന്ന കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.